ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇൻകം ഫ്രം സാലറിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ എസ് എ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീ പ്രമോദ് ബെഹരി ഈസ് എംപ്ലോയിഡ് ഇൻ എ ഫേം അറ്റ് മുംബൈ. അപ്പം അദ്ദേഹം വർക്ക് ചെയ്യുന്നത് മുംബൈയിലാണ്. ഇതൊരു ക്ലൂ ആണ് നമുക്ക്. ഇപ്പോൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷനോ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പ്ലേസ് നമ്മൾ അറിഞ്ഞിരിക്കണം, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം മുംബൈ. He is in the grade of rupees 22,500, 27,000 since 1st January 2019. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കെയിൽ ഓഫ് പേ പറയുന്നുണ്ട് ഇവിടെ. ആദ്യം 22,000 ആണ്, പിന്നെ ഓരോ വർഷം കഴിയും തോറും 500 ഇൻക്രിമെൻറ്റ് ഉണ്ടാവും. ദെൻ 27,000 വരെ ആ 500 ഇൻക്രിമെൻറ്റ് ഉണ്ടാവും. സിൻസ് 1st January 2019 മുതലാണ് അദ്ദേഹത്തിൻ്റെ പേ സ്കെയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബേസിക് സാലറി കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് സാലറി ഇൻകം ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2023-24 എന്നാണ്. അസസ്മെൻറ്റ് ഇയർ 2023-24 എന്നാണ്. അപ്പം ഈ അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻകം പ്രീവിയസ് ഇയറിലെ ഇൻകമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇൻകം ഡ്യൂറിങ് ദ ഇയർ 2022-23 ആണ്. അപ്പോൾ നമുക്ക് 22-23 എത്ര ഇൻകമാണ് അല്ലെങ്കിൽ എത്ര ബേസിക് സാലറിയാണ് അയാൾക്ക് കിട്ടുന്നതെന്ന് ആദ്യം നോക്കാം. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ മറ്റൊരു പോയിൻ്റാണ് സാലറി ബിക്കംസ് ഡ്യൂ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ നെക്സ്റ്റ് മന്ത്. അപ്പം ബേസിക് സാലറി ഡ്യൂ ആവുന്നത് ഫസ്റ്റ് ഡേ ഓഫ് ദ നെക്സ്റ്റ് മന്ത്. ഇപ്പം ഏപ്രിലത്തെ സാലറി ആണെങ്കിൽ നമുക്ക് മെയ് 1 കിട്ടുന്നത്. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ഓർത്തു വെക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം അദ്ദേഹത്തിൻ്റെ ജോയിൻറ്റ് പേ സ്കെയിൽ എന്ന് പറയുന്നത് പേ സ്കെയിൽ 2019 22,000 ആണ്. പേ സ്കെയിൽ 22,000 ആണ്. അത് 1/1/2019 22,000. ഇനി കൃത്യം ഒരു വർഷം ആകുമ്പോഴത്തേക്കും 500 ഇൻക്രിമെൻ്റ് ഉണ്ടാവും. അതായത് ആനുവൽ ഇൻക്രിമെൻറ്റ് 500. 1/1/2019 22,000 ആണ്. അപ്പോൾ കൃത്യം ഒരു വർഷം എന്ന് പറയുമ്പോൾ 31/12/2019. പിന്നീട് ഇൻക്രിമെൻ്റ് ഉണ്ടാവുന്നത് 1/1/2020 500 രൂപ ഇൻക്രിമെൻ്റ് ഉണ്ടാവും. അപ്പോൾ 22,000 കൂടെ 500 കൂട്ടിയാൽ പിന്നീടുള്ള വർഷം 22,500 ആയിരിക്കും അയാൾക്ക് കിട്ടുക. അങ്ങനെ ഓരോ സബ്സീക്വൻറ്റ് ഇയേഴ്സിലും അയാൾക്ക് 500 ആനുവൽ ഇൻക്രിമെൻ്റ് ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബേസിക് പേ സ്കെയിൽ അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 22,000 സ്റ്റാർട്ടിങ്, ദെൻ ആനുവൽ ഇൻക്രിമെൻറ്റ് 500 അപ് ടു 27,000 വരെ ഇൻക്രിമെൻറ്റ് ഉണ്ടാവുന്നത് 500 മാത്രമായിരിക്കും. ദെൻ സാലറി ബിക്കം ഡ്യൂ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് നെക്സ്റ്റ് മന്ത്. അതായത് മാർച്ചിലെ സാലറി നമുക്ക് ഏപ്രിൽ 1 ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ അസസ്മെൻറ്റ് ഇയർ 2023-24 ആണ്. 1 ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യും, 31 മാർച്ചിൽ എൻഡ് ചെയ്യും. അപ്പോൾ അസസ്മെൻറ്റ് ഇയറിലെ ഇൻകം അവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയറിലെ ഇൻകമാണ്. അസസ്മെൻറ്റ് ഇയർ 2023-24 ആണെങ്കിൽ അത് തൊട്ട് മുമ്പുള്ള ഇയറാണ് പ്രീവിയസ് ഇയർ. 1 ഏപ്രിൽ 2022 മുതൽ 31 മാർച്ച് 2023 വരെ. ഇനി നമുക്ക് 2019 മുതൽ പ്രീവിയസ് ഇയർ 2022-23 അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഇയർ 2023-24 വരെ അയാൾക്ക് ഉണ്ടായിട്ടുള്ള ആനുവൽ ഇൻക്രിമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം 1/1/2019 അയാൾക്ക് കിട്ടിയ സാലറി 22,000 ആണ് ബേസിക് സാലറി. അപ്പോൾ അതൊരു വർഷം വരെ അയാൾക്ക് കിട്ടും. അപ്പം ജനുവരിയിൽ തുടങ്ങിയാൽ ഡിസംബർ വരെ ആണ് ഒരു വർഷം. അപ്പോൾ 22,000 അയാൾക്ക് ലഭിച്ചു. പിന്നീടാണ് അയാൾക്ക് 500 ഇൻക്രിമെൻറ്റ് ഉണ്ടാവുന്നത്. അപ്പം ഡിസംബർ വരെ 22,000 കിട്ടിയ നെക്സ്റ്റ് തൊട്ടടുത്ത മന്ത് അയാൾക്ക് 500 ഇൻക്രിമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത് 1/1/2020 മുതൽ 500 ഇൻക്രിമെൻറ്റ് ഉണ്ടായി. അതെന്ന് പറയുന്നത് ആ ഒരു വർഷം വരെ 31/12/2020 വരെ 500 ഇൻക്രിമെൻറ്റ് ഉണ്ടായി. അപ്പോൾ 22,000 കൂടെ 500 ആഡ് ചെയ്താൽ 22,500. ദെൻ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ഈ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇതിൻ്റെ കൂടെ ഒരു 500 ഇൻക്രിമെൻറ്റ് ഉണ്ടാവും. അത് ഇൻക്രിമെൻറ്റ് ഉണ്ടാവുന്നത് 1/1/2021 അപ്പം ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്താൽ ഒരു വർഷം കംപ്ലീറ്റ് ആവണമെങ്കിൽ ഡിസംബർ വരെ അയാൾക്ക് ഇൻക്രിമെൻറ്റ് കിട്ടണം അല്ലേ. അപ്പോൾ 22,500 കൂടെ 500 കൂട്ടിയാൽ 23,000. അപ്പോൾ വീണ്ടും ജനുവരി ആകുമ്പോഴത്തേക്കും ഈ 23,000 കൂടെ ഒരു 500 ഇൻക്രിമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ 1/1/2022 മുതൽ 31/12/2023 വരെ അയാൾക്ക് 23,500 വരും. ഡിസംബറിന് ശേഷം വീണ്ടും ജനുവരിയിൽ 1 ആകുമ്പോഴത്തേക്കും 500 ഇൻക്രിമെൻറ്റ് ഉണ്ടാവും.
1/1/2023 മുതൽ 31/12/2024 വരെ അദ്ദേഹത്തിന് 24,000 ഇൻക്രിമെൻ്റ് ഉണ്ടാവും. അപ്പം ഈ അസസ്മെൻറ്റ് ഇയർ 23-24 അയാൾക്ക് 24,000 വെച്ച് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ 31/12/2019 22,000 അയാൾക്ക് കിട്ടിയത്. പക്ഷേ ഈ ഡിസംബറിൽ 2019 ഡിസംബറിലെ സാലറി അയാൾക്ക് കിട്ടുന്നത് 1/1/2020 ജനുവരി 1 ആകുമ്പോഴായിരിക്കും. അപ്പോൾ അതും കൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അസസ്മെൻറ്റ് ഇയറിലെ ഇൻകമാണ്, അതായത് അതിന് തൊട്ട് മുമ്പുള്ള പ്രീവിയസ് ഇയറിൻ്റെ ഇൻകം. അപ്പോൾ 1/4/2022 മുതൽ 31/3/2023 വരെ അയാൾക്ക് കിട്ടിയ ഇൻകം ഇനി നമ്മൾ കണ്ടുപിടിക്കണം. അതായത് 1/4/2022 മുതൽ 1/3/2023 വരെ, അല്ലെങ്കിൽ 31/3/2023 വരെ കിട്ടിയ ഇൻകമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. 1/4/2022 അയാൾക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത്, ഈ ഏപ്രിൽ അയാൾക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് മാർച്ചിലെ ഇൻകം ആയിരിക്കും. 1/3/2022 ഇൻകം ആയിരിക്കും. അപ്പോൾ 1/3/2022 ഇതിലേത് ഇൻകമാണ് വരുന്നത്? 1/1/2022 മുതൽ 31/12/2023 വരെ 23,500 അപ്പോൾ അദ്ദേഹത്തിന് 1/4/2022 കിട്ടുന്നത് 2022 മാർച്ചിലെ സാലറി ആയിരിക്കും. ദെൻ 1/5/2022 കിട്ടുന്നത് 1/4/2022 ആ മാസത്തിൽ കിട്ടിയ ഇൻകം ആയിരിക്കും. അപ്പം ഡ്യൂ ആവുന്നത് നെക്സ്റ്റ് മന്ത് 1-ാം തീയതി ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് നോക്കാം, ലാസ്റ്റ് നമുക്ക് നോക്കാം. 1/1/2023 1/1/2023 അതായത് ജനുവരി 2023 അയാൾക്ക് കിട്ടുന്നത് ഡിസംബറിലെ സാലറി ആയിരിക്കും. അപ്പോൾ ഇവിടെ 1/1/2023 അയാൾക്ക് കിട്ടുന്നത് ഡിസംബറിലെ സാലറിയാണ്. ഡിസംബറിലെ സാലറി എന്ന് പറയുന്നത് 23,500. അപ്പോൾ ജനുവരി 1, 2023 അയാൾക്ക് കിട്ടുന്നത് ഡിസംബറിലെ സാലറിയാണ്. അപ്പോൾ 23,500 1/1/2023 കിട്ടും. അപ്പോൾ ഈ 1/4/2022 മുതൽ 1/1/2023 വരെ ഈ 10 മാസവും അയാൾക്ക് ലഭിക്കുന്നത് 23,500 ആയിരിക്കും. ഇനി 1/2/2023 അയാൾക്ക് കിട്ടുന്നത് 1/1/2023 മുതൽ കിട്ടിയ സാലറി ആയിരിക്കും. 1/1/2023 ജനുവരിയിലെ സാലറി അയാൾക്ക് ലഭിക്കുന്നത് 1/2/2023 ആയിരിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് 24,000 ആണ്. ദെൻ 1/3/2023 അയാൾക്ക് ലഭിക്കുന്നത് 1/2/2023 ഫെബ്രുവരി 2023 സാലറിയാണ് മാർച്ച് 2023 ലഭിക്കുന്നത്. അപ്പം ഈ 2 മാസവും അയാൾക്ക് ലഭിക്കുന്നത് 24,000 ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 1 ഏപ്രിൽ ടു 31 മാർച്ച് ആണ്. നെക്സ്റ്റ് ഇയറിലെ 1 ഏപ്രിൽ 2022 സ്റ്റാർട്ട് ചെയ്തു, 31 മാർച്ച് 2023 ആണ്. പക്ഷെ 31 മാർച്ച് 2023 സാലറി ലഭിക്കുന്നത് നെക്സ്റ്റ് 1/4/2023 അപ്പോൾ നമുക്ക് ആ മാർച്ചിലെ സാലറി ഇവിടെ ഇൻക്ലൂഡഡ് അല്ല. ശരിക്കും അത് എന്താണ്, ഒരു മന്ത് ബാക്കാണ്. അപ്പോൾ നിങ്ങൾ ഇതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ 1/4/2022 മുതൽ 1/1/2023 വരെ അദ്ദേഹത്തിന് 10 മാസം 23,500 ബാക്കി വരുന്ന 2 മാസം 24,000 ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബേസിക് സാലറി 23,500 ഇൻറ്റു 10 months 24,000 ഇൻറ്റു 2, ഇപ്പോൾ 2,35,000 പ്ലസ് 48,000 എന്ന് വരും. സോ ബേസിക് സാലറി എന്ന് പറയുന്നത് 2,83,000 എന്ന് വരും. നെക്സ്റ്റ് ഐറ്റം നോക്കാം. ഹി ഗെറ്റ്സ് ₹5,000 പെർ മന്ത് ആസ് ഡിയർനെസ് അലവൻസ്. അദ്ദേഹത്തിന് DA ഒരു മാസം 5,000 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ DA 5,000 ഇൻറ്റു 12 ഒരു വർഷത്തേക്ക് കാണാം 60,000. ദ നെക്സ്റ്റ് ഇൻഫർമേഷൻ ആൻഡ് ₹15,000 ആസ് മെഡിക്കൽ അലവൻസ്. അദ്ദേഹത്തിന് 15,000 മെഡിക്കൽ അലവൻസ് കിട്ടുന്നുണ്ട്. അപ്പം DA എന്ന് പറയുന്നത് മെഡിക്കൽ അലവൻസും ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. അപ്പം മെഡിക്കൽ അലവൻസ് 15,000 ഇൻറ്റു 12 ഒരു വർഷത്തേക്ക് 1,80,000 എന്ന് കിട്ടും. നെക്സ്റ്റ് ഇൻഫർമേഷൻ നോക്കാം. ഹി ഹാസ് ബീൻ പ്രൊവൈഡഡ് വിത്ത് എ ഫേർണിഷ്ഡ് അക്കോമഡേഷൻ ബൈ ദ എംപ്ലോയർ ഓൺഡ് ബൈ ഇറ്റ്. അദ്ദേഹത്തിനൊരു ഫേർണിഷ്ഡ് അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ആ ഫേർണിഷ്ഡ് അക്കോമഡേഷൻ ഓൺ ചെയ്യുന്നത് എംപ്ലോയർ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫ് ദ എസ്റ്റിമേറ്റഡ് റെൻ്റൽ വാല്യൂ ഓഫ് ₹10,000 പെർ മന്ത്, ഫർണിച്ചർ കോസ്റ്റിംഗ് ₹60,000 ഹാസ് ഓൾസോ ബീൻ പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ. അതുപോലെ തന്നെ ഫർണിച്ചർ കോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഈ ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫർണിച്ചർ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് 60,000 ആണ്. അപ്പോൾ നമ്മളിവിടെ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വാല്യുവേഷൻ പെർക്യൂസിറ്റ്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസസിലാണെങ്കിൽ, അതർ എംപ്ലോയീസിൻ്റെ കേസസിലാണെങ്കിൽ, അക്കോമഡേഷൻ ഓൺഡ് ബൈ ദ എംപ്ലോയർ വരികയാണെങ്കിൽ, അക്കോമഡേഷൻ ഓൺ ടേക്കൺ ഓൺ ലീസ് ആണെങ്കിൽ, ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ അക്കോമഡേഷൻ ഓൺഡ് ബൈ ദ എംപ്ലോയർ ആണ്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് 10% ഓഫ് സാലറി ഇൻ സിറ്റീസ് വെയർ പോപ്പുലേഷൻ എക്സീഡ് 40 lakhs. അപ്പം അദ്ദേഹം താമസിക്കുന്ന ആ അക്കോമഡേഷനുള്ള പ്ലേസ് അവിടെ പോപ്പുലേഷൻ 40 lakhsനേക്കാളും കൂടുതലാണെങ്കിൽ സാലറിയുടെ 10% ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ എംപ്ലോയി താമസിക്കുന്നത് അല്ലെങ്കിൽ അയാൾ വർക്ക് ചെയ്യുന്നത് മുംബൈയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം പോപ്പുലേഷൻ എന്ന് പറയുന്നത് മോർ ദാൻ 40 lakh ആയിരിക്കും. അപ്പോൾ നമ്മൾ സാലറിയുടെ 10% കൺസിഡർ ചെയ്യാം. സാലറിയുടെ 10% മാത്രമല്ല, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഫർണിച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റിൻ്റെ 10% കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 10% ഓഫ് സാലറി, അതായത് മുംബൈയിലാണ് അദ്ദേഹം താമസിക്കുന്നത്, അതുകൊണ്ടാണ് പോപ്പുലേഷൻ എക്സീഡ് 40 lakhs വന്നു. അതുകൊണ്ട് സാലറിയുടെ 10% എടുക്കുക. അതിനോടൊപ്പം തന്നെ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ വരികയാണെങ്കിൽ ആ കോസ്റ്റ് ഓഫ് ഫർണിച്ചറുടെ 10%ഉം ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സാലറിയുടെ 10% എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സാലറി ഫോർ ദ പർപ്പസ് ഓഫ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഐറ്റം എന്ന് പറയുന്നത് ബേസിക് പേ അല്ലെങ്കിൽ ബേസിക് സാലറി ഉൾപ്പെടുത്താം. DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ എന്ന് തന്നാൽ മാത്രമേ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. ടാക്സബിൾ പാർട്ട് ഓഫ് അലവൻസ്, എല്ലാം ടാക്സബിൾ അലവൻസും ഉൾപ്പെടുത്താം. ബോണസ്, കമ്മീഷൻ, പെൻഷൻ അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷേ ഈ പറയുന്ന DA എന്ന് മാത്രം തന്നാൽ ഉൾപ്പെടുത്താൻ വേണ്ടി പാടില്ല. ദെൻ എംപ്ലോയി കോൺട്രിബ്യൂഷൻസ് ടു പ്രൊവിഡൻറ്റ് ഫണ്ട് ഒന്നും ഉൾപ്പെടുത്താൻ വേണ്ടി പാടില്ല. പിന്നെ മറ്റ് വാല്യൂ ഓഫ് പെർക്യൂസിറ്റ്സ് ഒന്നും തന്നാൽ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പാടില്ല. അപ്പം റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാണാൻ വേണ്ടിയിട്ട് സാലറിയിൽ ഉൾപ്പെടുത്തേണ്ടത് ഒന്ന് ബേസിക് പേ, DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ എന്ന് തന്നാൽ മാത്രം. പിന്നീട് എല്ലാ ടാക്സബിൾ അലവൻസസും ഉൾപ്പെടുത്താം. ബോണസ്, കമ്മീഷൻ, പെൻഷനൊക്കെ നമുക്ക് സാലറി പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാണാനുള്ള ഐറ്റംസ്, സാലറി ഫോർ ദ പർപ്പസ് ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷനിൽ നമ്മൾ കണ്ടുവച്ചിട്ടുള്ള ബേസിക് സാലറി അത് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ട് ഓഫ് പേ എന്ന് തന്നിട്ടില്ല, അപ്പോൾ നമുക്കത് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. മെഡിക്കൽ അലവൻസ് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഐറ്റം ബേസിക് സാലറിയോടൊപ്പം മെഡിക്കൽ അലവൻസ് 1 ഇയറിലേക്കുള്ള മെഡിക്കൽ അലവൻസും ആഡ് ചെയ്യാം. ദെൻ പിന്നീട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാർ പെർക്യൂസിറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ കാർ പെർക്യൂസിറ്റ്സ് ഒന്നും നമുക്ക് പെർക്യൂസിറ്റ്സ് വാല്യൂ ഒന്നും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റൂല. അതുപോലെ തന്നെ ഗാർഡനർ, വാച്ച്മാൻ, സെർവൻ്റ് ഒക്കെ പെർക്യൂസിറ്റ്സ് ആണ്, ഫെസിലിറ്റീസുകളാണ്, അതും നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. ദെൻ കോൺട്രിബ്യൂഷൻസ് ടു പ്രൊവിഡൻറ്റ് ഫണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ സാലറി ഫോർ ദ പർപ്പസ് ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷനിൽ ബേസിക് സാലറിയും അതുപോലെ തന്നെ മെഡിക്കൽ അലവൻസ് ഫുള്ളി ടാക്സബിൾ അലവൻസ് മാത്രമേ എടുക്കാൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ സാലറി ഫോർ ദ പർപ്പസ് ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷനിൽ ബേസിക് സാലറി 2,83,000, DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ എന്ന് തരാത്തത് കൊണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. മെഡിക്കൽ അലവൻസ് 1,80,000. അപ്പോൾ 2,83,000 പ്ലസ് 1,80,000 അതിൻ്റെ 10% കാണുക. ബേസിക് സാലറി 2,83,000 ആൻഡ് മെഡിക്കൽ അലവൻസ് 1,80,000 ആഡ് ചെയ്താൽ 4,63,000 എന്ന് കിട്ടും. 4,63,000ൻ്റെ 10% കണ്ടാൽ 46,300 കിട്ടും. അതിൻ്റെ കൂടെ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ 10% ആഡ് ചെയ്യാം. കോസ്റ്റ് ഓഫ് ഫർണിച്ചർ 60,000 ആണ്, അതിൻ്റെ 10% 6,000 എന്ന് കിട്ടും. അപ്പോൾ ഈ എമൗണ്ട് കൂട്ടിയാൽ 52,300 ആണ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ 52,300. ദ നെക്സ്റ്റ് ഐറ്റം നമുക്ക് നോക്കാം. ഹി ഹാസ് ബിൻ ഗിവൺ എ സ്മോൾ കാർ വിച്ച് ഈസ് യൂസ്ഡ് ബൈ ഹിം ഫോർ ഹിസ് പേഴ്സണൽ പർപ്പസസ് ഓൾസോ. അദ്ദേഹത്തിന് ഒരു സ്മോൾ കാർ നൽകിയിട്ടുണ്ട്, സ്മോൾ കാർ ആണ്. അതുപോലെ തന്നെ അദ്ദേഹം അത്
യൂസ്ഡ് ഫോർ ഹിസ് പേഴ്സണൽ പർപ്പസസ് ഓൾസോ. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പർപ്പസസിനും അതുപോലെ തന്നെ ഒഫീഷ്യൽ പർപ്പസിനും വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ദ ഡ്രൈവേഴ്സ് റെമ്യൂണറേഷൻസ് ആൻഡ് ഓൾ ദി എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ദ കാർ ആർ ബോൺ ബൈ ദ എംപ്ലോയേഴ്സ്. ഡ്രൈവേഴ്സ് റെമ്യൂണറേഷൻ, ഡ്രൈവേഴ്സ് സാലറി ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ എക്സ്പെൻസസും റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ് ഒക്കെ വഹിച്ചത് ഈ എംപ്ലോയർ തന്നെയാണ്, ബോൺ ബൈ ദി എംപ്ലോയർ. അപ്പം നമ്മൾ വാല്യൂ ഓഫ് കാർ ആസ് എ പെർക്യൂസിറ്റ്, അതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വാല്യുവേഷൻ ഓഫ് കാർ ആസ് എ പെർക്യൂസിറ്റിൽ 3 കണ്ടീഷനാണ് പറയുന്നത്. കാർ ഈസ് ഓൺഡ് ഓർ ഹയർഡ് ബൈ ദ എംപ്ലോയർ ആൻഡ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് ഓഫ് ദ കാർ ആർ മെറ്റ് ഓർ റീഇംബേഴ്സ്ഡ് ബൈ ദ എംപ്ലോയർ. അപ്പോൾ കാറ് എംപ്ലോയറുടെ ഓണർഷിപ്പിൽ തന്നെയാണ്, എക്സ്പെൻസസ് ബോൺ ബൈ ദ എംപ്ലോയർ ആണെങ്കിൽ. കാർ ഈസ് യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ പെർക്യൂസിറ്റ് വാല്യൂ ഇല്ലായിരിക്കും. കാർ ഈസ് യൂസ്ഡ് ഫോർ പ്രൈവറ്റ് പർപ്പസ് ഒള്ളി ആണെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ കാർ യൂസ്ഡ് പാർട്ട്ലി ഫോർ ഒഫീഷ്യൽ ആൻഡ് പാർട്ട്ലി ഫോർ പ്രൈവറ്റ് പർപ്പസ് എന്നാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കാറിൻ്റെ സൈസ് എന്ന് പറയുന്നത് സ്മോൾ സൈസ് കാറാണ്. അതായത് കാർ ഡസ് നോട്ട് എക്സീഡ് 1.6 ലിറ്റർ, അതായത് 1600 cc-നേക്കാളും കുറവാണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് പെർക്യൂസിറ്റ് ഓഫ് കാർ കാണാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് 1800 പെർ മന്ത് പ്ലസ് ഡ്രൈവേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 900 പെർ മന്ത് ആഡ് ചെയ്യണം. അപ്പോൾ 1800 പ്ലസ് 900 പെർ മന്ത്, അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വർഷത്തേക്ക് കൺവേർട്ട് ചെയ്യണം. 1800 ഇൻറ്റു 12 21,600 എന്ന് കിട്ടും. 900 ഇൻറ്റു 12 10,800 എന്ന് കിട്ടും. അപ്പം നമ്മളത് ആഡ് ചെയ്താൽ 32,400 എന്ന് കിട്ടും. വാല്യൂ ഓഫ് പെർക്യൂസിറ്റ്സ്, കാറിൻ്റെ പെർക്യൂസിറ്റ്സ് വാല്യൂ എന്ന് പറയുന്നത് 32,400 ആണ്. ഇവിടെ 1,800 എടുക്കാൻ കാരണം അതൊരു സ്മോൾ കാർ ആയതുകൊണ്ടാണ്. ദെൻ കാർ ഈസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ ആൻഡ് ഓൾ എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ദ കാർ ആർ ബോൺ ബൈ ദ എംപ്ലോയർ. കാർ ഈസ് യൂസ്ഡ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഒഫീഷ്യൽ പർപ്പസ്. അപ്പോൾ ഡ്രൈവേഴ്സിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് 900 പെർ മന്ത് ഡ്രൈവേഴ്സ് സാലറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഡ്രൈവേഴ്സ് സാലറി ഇതിനേക്കാളും ഹ്യൂജ് എമൗണ്ട് കൊടുത്താലും ഈ ഒരു കണ്ടീഷനിൽ 900 മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. 900 ഇൻറ്റു 12 ഒരു വർഷത്തേക്ക് 10,800 ആണ്. അപ്പോൾ വാല്യൂ ഓഫ് പെർക്യൂസിറ്റ്സ് കാർ എന്ന് പറയുന്നത് 32,400 എന്ന് കിട്ടും. പെർക്യൂസിറ്റ്സ് വാല്യൂ ഓഫ് കാർ 32,400. ദ നെക്സ്റ്റ് ഇൻഫർമേഷൻ നോക്കാം. He has been provided with the facility of a gardener, a watchman and servant who are paid by the employer of rupees 200 per month, rupees 1000 per month and rupees 600 per month. അപ്പം ഈ എംപ്ലോയിക്ക് ഗാർഡനറിനെയും വാച്ച്മാനെയും സെർവൻറ്റിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില ഫെസിലിറ്റീസ് ആണ്, പെർക്യൂസിറ്റ്സ് തന്നെയാണ്. അപ്പം 200 പെർ മന്ത്, 1000 പെർ മന്ത്, 600 പെർ മന്ത് ആണ് ഇതിന് എക്സ്പെൻസസ് ആയിട്ട് എംപ്ലോയറിന് വരുന്നത്. ആ എംപ്ലോയിക്ക് ഉണ്ടാവേണ്ട എക്സ്പെൻസസ് ആണ്, ബട്ട് അത് എംപ്ലോയറാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ വർഷം എംപ്ലോയിയുടെ സാലറി ഇൻകത്തിൽ നമ്മൾ ടാക്സബിളായിട്ട് കാണിക്കണം. അപ്പോൾ എല്ലാ എമൗണ്ടും ആഡ് ചെയ്യാം. 200 പ്ലസ് 1000 പ്ലസ് 600, അത് നമ്മൾ 1 ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ 21,600 എന്ന് കിട്ടും. The next information, he contributed 15% of his pay and generous allowance to the recognized provident fund, towards which the employer contributes rupees 6,000 per month. Interest amounting to rupees 19,800 has been credited on the balance of rupees 2,20,000 standing to the credit of his provident fund account. അപ്പം എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻസ് ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് 15% ആണ്. ദെൻ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഒരു മാസം 600 പെർ മന്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻസ് ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഒരു വർഷത്തേക്ക് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ ഇൻട്രസ്റ്റ് എമൗണ്ടിങ് ടു rupees 19,800 ഹാസ് ബിൻ ക്രെഡിറ്റഡ്. ഇൻട്രസ്റ്റ് 19,800 ആണ്. അപ്പോൾ ഈ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫണ്ട് റെക്കഗ്നൈസ്ഡ് ബൈ ദ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. പ്രൊവിഡൻറ്റ് ഫണ്ട് റെക്കഗ്നൈസ്ഡ് ബൈ ദ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഈസ് കോൾഡ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% of the salary of the employee and interest credited to the fund in excess of the prescribed rate of 9.5% are taxable. Employers contribution
എംപ്ലോയിയുടെ സാലറിയുടെ 12% കൂടുതലാണെങ്കിൽ ടാക്സബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു ദ ഫണ്ട് 9.5% കൂടുതലാണെങ്കിൽ, ആ റേറ്റിനേക്കാളും കൂടുതലാണെങ്കിലും ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 15% ആണ്. അപ്പോൾ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻസ് ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ടാക്സബിൾ അല്ല. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ നോക്ക് 6,000 പെർ മന്ത് ആണ്. അപ്പം ഒരു വർഷത്തേക്ക് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 600 × 12 72,000. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 72,000. ഈ 72,000 എംപ്ലോയിയുടെ സാലറിയുടെ 12% കൂടുതലാവാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത്. കൂടുതലായാൽ അത് ടാക്സബിൾ ആണ്. അപ്പോൾ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഈ 72,000 എംപ്ലോയിയുടെ സാലറിയുടെ 12% കൂടുതലാണോ എന്ന് അറിയണമെങ്കിൽ എംപ്ലോയിയുടെ സാലറി നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എംപ്ലോയിയുടെ സാലറി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന ഐറ്റം ഒന്ന് ബേസിക് പേ ഉൾപ്പെടുത്താം. DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ ആണെങ്കിൽ മാത്രമേ ഉൾപ്പെടുത്താൻ വേണ്ടി പാടുള്ളൂ. അതുപോലെ തന്നെ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഓൺ ടേൺ ഓവറോ ടാർഗറ്റോ തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉൾപ്പെടുത്താം. മറ്റൊരു ഐറ്റം നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. ക്വസ്റ്റ്യനിൽ തന്ന ഇൻഫർമേഷൻ പ്രകാരം നമുക്കപ്പോൾ ബേസിക് സാലറി മാത്രമേ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റൂ. DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ അല്ലാത്തത് കൊണ്ട് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. പിന്നീട് ഈ പറയുന്ന പെർക്യൂസിറ്റ്സോ അലവൻസോ ഒന്നും നമുക്ക് റെൻറ്റ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ സാലറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. അപ്പോൾ 12% ഓഫ് ബേസിക് സാലറി ആദ്യം കണ്ടുപിടിക്കാം. 2,83,000 12% എന്ന് പറയുന്നത് 33,960. അപ്പോൾ സാലറിയുടെ 12% എന്ന് പറയുന്നത് 33,960 ആണ്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 72,000 ആണ്. അപ്പോൾ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ സാലറിയുടെ 12%-നേക്കാളും കൂടുതലാണ്. അപ്പോൾ എക്സസ് എമൗണ്ട് എത്രയാണ്? 38,040 എന്ന് വരും. അപ്പോൾ ഈ എക്സസ് എമൗണ്ട് എന്ന് പറയുന്നത് എംപ്ലോയിയുടെ സാലറി ഇൻകത്തിൽ ടാക്സബിൾ ആയിട്ട് കാണിക്കണം. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി ഓഫ് ദി എംപ്ലോയി 38,040 എന്നിട്ടും അത് ടാക്സബിൾ ആയിട്ട് കാണിക്കണം. അതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഫണ്ട് ബാലൻസ് ഇൻ എക്സസ് ഓഫ് 9.5% ഇസ് ടാക്സബിൾ. 9.5% റേറ്റിനേക്കാളും കൂടുതലാണ് ഇൻട്രസ്റ്റ് ഓൺ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ എക്സസ് എമൗണ്ടും ടാക്സബിൾ ആയിരിക്കും. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് എമൗണ്ട് ക്രെഡിറ്റഡ് 19,800 എന്നാണ് തന്നിട്ടുള്ളത്. ദെൻ അവിടെ ബാലൻസ് ക്രെഡിറ്റഡ് പറഞ്ഞിട്ടുള്ളത് 2,20,000 ആണ്. ആ 2,20,000 9.5% എന്ന് പറയുന്നത് 20,900 ആണ്. അപ്പോൾ 9.5% ഓഫ് ബാലൻസ് റുപ്പീസ് 2,20,000 എന്ന് പറയുന്നത് 20,900 എന്ന് കിട്ടും. അപ്പോൾ ഈ 9.5%-നേക്കാളും കൂടുതലാവാൻ വേണ്ടി പാടില്ല. ആക്ച്വലി ഇൻട്രസ്റ്റ് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത് 19,800 ആണ്. അപ്പോൾ ഇതിനേക്കാളും എക്സസ് വരുന്നില്ല അല്ലേ? അപ്പോൾ നമുക്കിത് ടാക്സബിൾ അല്ല. എക്സസ് വരികയാണെങ്കിൽ ഇൻ എക്സസ് ഓഫ് 9.5% മാത്രമേ ടാക്സബിൾ ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റവും നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാലറി ഇൻകം എത്രയാണെന്ന് നോക്കാം. ഈ പറയുന്ന എല്ലാ ഐറ്റവും ആഡ് ചെയ്യാം. ഈ പറയുന്ന എല്ലാ ഐറ്റവും ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ 6,67,340 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് സെക്ഷൻ 16 പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലെസ് ചെയ്യാവുന്നതാണ്. എമൗണ്ട് 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇൻകം ഫ്രം സാലറി 6,17,340 എന്ന് കിട്ടും.